എല്ലാവരും എന്താ നമ്മളെ തന്നെ നോക്കുന്നത്? നമ്മളറിയുന്നവരാരെങ്കിലും കാണോ? നവ്യ, ആരും നമ്മളെ നോക്കുന്നൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ കള്ളത്തരമുള്ളതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ നിന്നെ എന്നെ കണ്ട ഭാര്യ ഭർത്താക്കന്മാരില്ലെന്ന് ആരും പറയില്ല. നീ ടെൻഷൻ ആവണം. പിന്നെ നമ്മളിപ്പോ കാണാൻ പോകുന്നതിന്റെ പേരാണ് ക്രിസ്റ്റി. ആളുകളുടെ അയപ്പ ഇവിടെ ഇങ്ങനെ പെൺപിള്ളേരായിട്ട് ചിരിക്കറി നടക്കും. അതാണ് മെയിൻ പണി. പക്ഷെ എന്നെ വലിയ കാര്യമാണ്. നിന്നോട് അവൻ എന്തെങ്കിലും ചോദിച്ചാ എന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരി. ഇവിടെ ഒരുപാട് സമയം എടുക്കുമോ? അവനെ കാണണം. അവൻ കുറച്ച് കാശ് തരാണ്ടല്ലോ, അത് വാങ്ങണം. എന്നിട്ട് ഉടനെ പോണം. ഇനി ആകെ 3 സ്ഥലമുള്ളൂ. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പേരും കൊണ്ട് നടക്കണം. നമുക്ക് ഹോട്ടലിൽ പോയി അപ്പൊ എന്നെ ബോട്ട് കയറ്റാന്ന് പറഞ്ഞിട്ട് സമയമുണ്ടല്ലോ. നവ്യേ, നീ എന്ത് ചെയ്യാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. പ്രവേട്ടൻ ഞാൻ മാർക്കറ്റിലേക്ക് വന്നതാ. പ്രവേട്ടൻ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, കഴിക്കണം. ഇതാണ്, ഞാനില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. നേരത്തിന് വല്ലതും കഴിക്കാട്ടാ. സൂരജ് രേഷ്മി എങ്ങാനും വിളിച്ചിരുന്നോ? ആ, സൂരജ് വിളിച്ചിരുന്നു ഇന്നലെ രാത്രിയായപ്പോ. അവൻ എന്തോ കാര്യത്തിന് എറണാകുളത്ത് പോവാന്ന് പറഞ്ഞു. അവിടെ രേഷ്മ ഒറ്റയ്ക്കാണല്ലോ, അതുകൊണ്ട് ഞാനങ്ങോട്ട് പോയില്ല. പിന്നെ നീ ഇവിടെ ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ സൂരജിന്റെ കൂടെ പോകാമായിരുന്നു. നീ അമ്മേനെ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറ. നീ വെയിൽ കൊള്ളാതെ വീട്ടിൽ പോന്നോ? ശരി എന്നാ. ശരി ഏട്ടാ. എന്താണ്? എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, നിന്റെ കൂട്ടുകാരനല്ലേ, പാവല്ലേ. അത്രയ്ക്ക് പോവണമെങ്കിൽ നീ വിട്ടു. അയ്യടാ, ദേഷ്യായോ? ചൂടാവല്ല മുത്തേ. 4-5 മാസം കൂടുമ്പോഴേ ഇതുപോലെ ഒരു അവസരം കിട്ടും. അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യും. പിന്നെയുള്ളത് വീട്ടിൽ വരുമ്പോഴുള്ള മുട്ടലും തട്ടും, അത് ഒളിച്ചും പാത്തും. നിന്റെ കെട്ടിയോളാണെങ്കിൽ പുറകിന്ന് മാറത്തുമില്ല. നിന്റെ കൂട്ടുകാരി ആയിപ്പോയില്ലേ, എന്തേലും പറയാൻ പറ്റും. ഞാനും അവളെ വിളിച്ചിട്ടേ ഇല്ല. ഇപ്പൊ വിളിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. നല്ല 2 കൂട്ടുകാരും അവരുടെ 2 ഭാര്യമാരും. അതിന് നേടി വെപ്പോ നീ വാടി മുണ്ടി. എടി, ഞാൻ അവനൊന്ന് വിളിക്കാം. ഹലോ. ആ പറയടാ. ഹലോ ക്രിസ്റ്റി, നീ എവിടെയാ? ഞാനിവിടെ ഉണ്ടാ, നമ്മുടെ പഴയ സ്ഥലത്ത്. ആ, ഞാനിവിടെ എത്തി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കമ്പനിക്കാരൻ. എന്നിട്ട് നീ പറ. എന്തു പറയാ, ഞാൻ ഇന്ന് പോവും. നിന്റെ ഷോപ്പിൽ എത്ര ദിവസം ലീവ് ഉണ്ട്? 10 ദിവസം. ഇത്രയും ദിവസം നാട്ടിൽ പോകുന്ന സ്ഥിതി ആലോചിക്കുമ്പോഴാ ശരിക്കും ബോറടിക്കും. അമ്മായിമ്മയും നാത്തൂനും നല്ലൊരു ഡ്രസ്സ് ഇടാൻ പോലും പറ്റില്ല. ഈ സാരി എടുത്തോണ്ട് നടക്കണം. നിന്റെ കെട്ടിയോനക്ക് നല്ല സ്നേഹമാണെന്നല്ലേ നീ പറഞ്ഞേ? സ്നേഹമൊക്കെയാണ്, അത് മാത്രം മതിയോ? എടാ, ഇവിടെ ആവുമ്പോ നമുക്ക് കറങ്ങി നടക്കാം. വല്ലപ്പോഴും 2 ബിയറും അടിക്കും. ഇവിടത്തെ പിള്ളേരൊപ്പം ഇങ്ങനെ തട്ടിമുട്ടി നടക്കും. ഒരു രസാ. നമുക്ക് തൃപ്തിയായിട്ടൊന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ നടക്കും. ഹലോ മനാഫേ, എടാ ഞാനിന്ന് നാട്ടിലേക്ക് പോവും. തൽക്കാലം ഇനി എൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കണ്ട. 5-6 ദിവസം കഴിഞ്ഞിട്ട് വരും. വന്നിട്ട് കാണാട്ടോ. എടി, മനാഫല്ല, സക്കീറാണ്. ആ, നിന്നോട് അതിനെ പറയാനുള്ളത്. അവനോടും പറഞ്ഞേക്ക്. ശരി മുത്തേ, വന്നിട്ട് കാണട്ടാ. ആ ശരിടാ. കൊടുക്കാത്തവണേ നിനക്ക് നോക്കിക്കോളാം. മോനെ, കൊട വേണോ? ചെറിയ വാടകയുള്ളൂ. വാടക? ആ, ഇത് കാറ്റുകൊട. മണിക്കൂറിന് 10 രൂപ. കാറ്റുകൊട? ഇത് ഞെക്കുകൊട. ഞെക്കിയാ പെട്ടെന്ന് ഉറക്കും. മണിക്കൂറിന് 5 രൂപ. പിന്നെ ഇത് കണ്ട, ഇതാണ് മണിയറക്കുട. ഇത് നിവർത്തി വെച്ച പുറലോകം ഒന്നും കാണേയില്ല. അതുകൊണ്ട് 20 രൂപ. എന്തേ വേണോ? വേണ്ട. വേണ്ടേ വേണ്ട, റേറ്റ് അറിയാൻ വന്നേക്കുക.
എന്നാ ശരി, വന്നിട്ട് കാണാം. ഓക്കെ, അപ്പൊ കിട്ടിയാനായിട്ട് അടിച്ച് പൊളിക്കും. ഒന്ന് പോടാ, എന്തിടിച്ച് പൊളിക്കും? ഞാൻ പോയി വന്നിട്ട് നമുക്കൊന്ന് പൊളിക്കണം. ശരി കേട്ടാ. ആടാ സൂരജ്, എവിടാടാ, എപ്പോ എത്തി? ഞങ്ങളിപ്പോ വന്ന് ഇറങ്ങി. ഓ ശരിടി. ഇതാരാടാ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാടാ, പേര് നവ്യ. എടാ ആ പോയതാരാടാ? ആ, അതെന്റെ ഒരു ഫ്രണ്ടാ. ഇവിടെ എന്തൊക്കെയാണ് നടക്കണത്? എന്ത്? എല്ലാ മരത്തിന്റെ ചോട്ടിലുണ്ടല്ലോ ഒരു കൊടയും രണ്ടാളും. ഇവിടെ അങ്ങനെയാടാ, അവര് തകർക്കട്ടാ. വല്ലാത്തൊരു പ്രേമം. പ്രേമോ? ഇവിടെ ഇരിക്കുന്നവർക്ക് കാറ്റാണ്. എന്തേ? എടാ, ഇന്ന് ഇവന്റെ കൂടെ ഇരിക്കുന്നവളല്ല നാളെ ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു കമ്പനി ആയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. രാത്രിയാകുമ്പോൾ ചാറ്റ് ചെയ്യും. ഫ്രീ ആയിട്ടുള്ളവർ ഇവിടെ വന്നിരിക്കും. ഒരു ഹാഫ് സുഖം. എടാ, മുഴുവനായിട്ടില്ല, 5 രൂപ ഞാൻ പിന്നെ തരാം ട്ടാ. നിങ്ങളവിടെ കറങ്ങണ്ട? ഇല്ലടാ, പോവണം. ഓ എന്നാ വിട്ടോടാ. ശരിയടാ, ഞാൻ വിളിക്കാടാ. ഓടി. ഹലോ രശ്മ, നീ എന്ത് ചെയ്യാ? ഞാനിവിടെ കിടക്കുക. സൂര്യചേട്ടൻ ഇല്ലാണ്ട് ഭയങ്കര ബോറടിയാ. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. അപ്പൊ നിനക്ക് നവ്യ വിളിക്കായിരുന്നില്ലേ? അവളവളുടെ വീട്ടിൽ പോയിരിക്കുകയല്ലേ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേട്ടാ, പോയ കാര്യം എന്തായി? ആ, ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നാളെ ഒറ്റപ്പാലത്ത് പോണം. ഞാൻ പറഞ്ഞില്ലേ, ആ ചെറുക്കനെ കാണണം, അവന് കാശ് കൊടുക്കണം. പിന്നെ അവൻ്റെ വീടൊന്നും എനിക്കറിയില്ല. അവിടെ ചെന്നിട്ട് വേണം ഫോൺ വിളിക്കാൻ. അതും കൂടി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വരും. എന്നാ ചേട്ടൻ വേഗം വീട്ടിലേക്ക് വരാൻ നോക്ക്. എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഐ ലവ് യു ഡാ. അവിടുന്ന് തിരിഞ്ഞിട്ട് നേരെ ഇങ്ങ് വന്നാ മതി. തിരിവൊക്കെ കഴിഞ്ഞു. മനസ്സിലായില്ലേ നിനക്ക്? എവിടെയാണ് സ്ഥലം? നീ പുറത്തോട്ട് ഇറങ്ങി. ഡാ സൂരജ്, ആ ശാവേ, ഇവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടിയോ? അങ്ങനൊന്നുമില്ല, പരിചയമില്ലാത്ത സ്ഥലമല്ലേ. ഇതാരാ? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. എന്നാ വാ, അതിരിക്കാം. അല്ല ശ്യാമേ, കുറച്ച് ധൃതിയുണ്ട്. പിന്നെ ഇവിടെ 1-2 സ്ഥലങ്ങളിൽ പോകാനും ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് വേണം നാട്ടിലേക്ക് എത്താൻ. എടാ, വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോടാ. വേണ്ട ശ്യാമേ, ഞങ്ങളിപ്പോൾ കുടിച്ചതേ ഉള്ളൂ. എടാ സൂരജ്, നീ ഭാര്യനെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. അശ്വതേ, അശ്വതി, ഇങ്ങോട്ട് ഇറങ്ങി വാ. എടി, ഞാൻ പറയാറില്ലേ സൂരജ്. ആ, ഇതെന്തെങ്കിലും നോക്കിയിരിക്കണേ, കേറിയിരിക്കേ. ധൃതിയുണ്ട്, പിന്നീട്. ഓക്കേടാ, നന്ദി വിട്ടു. ആ പെണ്ണിന് നമ്മളെ മനസ്സിലാവാഞ്ഞ നന്നായി. എന്ത് കഷ്ടാലേ. ആരെയും പറയണത്? പോടാ. ഞാനേ വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ. ഹലോ സൂരജേട്ടാ, എന്തായി? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചാണ്. ഞാൻ നാളെ രാവിലെ എത്തും. ആണോ? എങ്കിലേ ഞാൻ നല്ല അരിപ്പത്തിരിയും കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കി വെക്കാം. സൂരജേട്ടന് അത് ഇഷ്ടമാണല്ലോ. നീ വല്ലതും കഴിച്ചാ? കഴിച്ചു. ഞാനിപ്പോ ഒരു ജ്യൂസ് കുടിക്കാൻ പോകണം. എന്നാ ശരി, രാവിലെ കാണാം. ശരി.
കുടിക്ക്. ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. അതെ, സൂരജ് നാളെ രാവിലെ എത്തൂട്ടോ. നമുക്കിനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. വെള്ളം കുടിക്കുക.